സൂപ്പർ സ്റ്റാർ ബ്രഹ്മയുഗം മാത്യൂസ്, നിങ്ങൾ ഈ നമ്മുടെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് DCC ഓഫീസ് വരയ്ക്കുള്ള ഈ ബ്രിഡ്ജിന്റെ അരികിലുള്ള റോഡിന് വേണ്ടിയിട്ട് റോഡിന്റെ പുനരുദ്ധാരണം അത് ചെളിയും കുണ്ടുമായിട്ട് കടന്നതാണ്. ഇവിടെ SN ട്രസ്റ്റിന്റെ സ്കൂള് വരുന്നു, അതിന്റെ കുട്ടികളുണ്ട്. പിന്നെ ഇവിടെ 1-2 ഓഫീസുകളുണ്ട്, മോട്ടോർ തൊഴിലാളി ഓഫീസുണ്ട്, 1-2 സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഗതാഗതം വളരെ ഈവൻ നടക്കാൻ കൂടി സഞ്ചാരി യോഗ്യമല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇപ്പൊ ഒന്നും നല്ല കോൺക്രീറ്റ് റോഡായിട്ടുണ്ട്. ഇവിടെ മുതൽ കമ്മീഷൻ ഓഫീസ് മുതൽ നമ്മുടെ DCC ഓഫീസ് വരയ്ക്കും. അതിന്റെ പിന്നിൽ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് മെമ്മോറണ്ടം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് ഇതിപ്പം കോൺക്രീറ്റ് റോഡാകുകയും ചെയ്തു. ഒന്ന് വിശദീകരിക്കാം എന്താണ് നിങ്ങളുടെ പ്രയത്നം? സാറേ, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ SN ട്രസ്റ്റിലെ സ്കൂളിലെ കുട്ടികൾക്ക് വരാനും പോകാനും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ഈ റോഡ് കംപ്ലീറ്റ് വെള്ളക്കെട്ടും ചെളിയായിട്ട് കിടക്കുകയായിരുന്നു. അത് കാരണം കുട്ടികൾക്ക് മാത്രമല്ല, ഇത്രയും ഇവിടുന്ന് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ അവിടെ തുടങ്ങി DCC ഓഫീസിന്റെ ഫ്രണ്ട് അപ്പുറത്ത് ആ 4 റോഡ് വന്ന് ക്രോസ് ചെയ്യുന്ന അവിടം വരെ യാത്ര വളരെ ദുരിതമായിരുന്നു. ഇങ്ങോട്ടുള്ള ആൾക്കാർക്കൊന്നും, ഇവിടെ പരിസരവാസികൾക്കൊന്നും, പിന്നെ താമസിക്കുന്നവർക്ക് പോലും വീടിനകത്ത് കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ ഉണ്ട്. ആദ്യം ഒരു പ്രാവശ്യം അങ്ങോട്ട് കോൺട്രാക്ട് കൊടുത്തു. ആ കോൺട്രാക്ട് തന്നെ ഇത് ഫണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള കാരണത്താല് ഈ വർക്ക് ഏറ്റെടുക്കാതെ പോയി. അതിനുശേഷം കഴിഞ്ഞ ഒരു 2 മാസമായി ഞാൻ ഇവിടുത്തെ പരിസരവാസികളെയും അതേപോലെ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ്, പിന്നെ ശ്രീകൃഷ്ണ അമ്പലം, SN ട്രസ്റ്റിന്റെ സ്കൂളിലെ പ്രിൻസിപ്പള്, ഹെഡ്മാസ്റ്റർ, ഈ പരിസരവാസികൾ ഇവരെല്ലാം കാണുകയും 101 പേരുടെ ഒപ്പിട്ട് മെമ്മോറാണ്ടം തയ്യാറാക്കി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആദ്യ ഒരാഴ്ച പുള്ളി കുറച്ച് താല്പര്യം എടുക്കാൻ ലേറ്റായി. അതിനുശേഷം നമ്മുടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ CEO രഞ്ജിത്ത് മനോഹരൻ, പുള്ളിയുടെ കൂടെ പഠിച്ച ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അദ്ദേഹം കൂടെ എടുത്ത് ഇതിനകത്ത് എനിക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ അവിടുന്ന് DCC ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ് ഇത്രയും ഹൈറ്റിൽ അവർ പണി തുടങ്ങിയത്. കഴിഞ്ഞ ഒരു മാസമായി പണി തുടങ്ങിയാലും ഇനി ഒരല്പം ആ കാർക്കൂളിന്റെ അവിടെ ബാക്കിയുണ്ട്. അത് ഇന്നോ നാളെ കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാട വെച്ച് പ്രതിഷേധിച്ചു. ഇവിടുത്തെ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വാട വെച്ച് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ ഈ പണി തുടങ്ങിയതും ഇത്രയും പണി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള എഫേർട്ട് എടുത്തതും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇത് മൊത്തത്തില് DCC ഓഫീസിന്റെ ഭാഗത്തുള്ള ഒരു ചെറിയ ഒരു പീസ് മാത്രമാണ് വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളത്. എന്നത്തേക്കാകും? ഞാൻ അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്, ഈ പാലത്തിന്റെ അടിയില് ഒരു നമ്മുടെ പെർമനന്റ് ആയിട്ട് വരുന്ന വണ്ടികളെല്ലാം കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം കൂടി അവര് കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇത്രയും ഏരിയ മാത്രം കൊണ്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഒരു പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമായിട്ട് മാറ്റണം. കഴിഞ്ഞ 2-3 മാസം മുമ്പേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന് അടിയിൽ സൗന്ദര്യവൽക്കരണവും അതിനോടൊപ്പം തന്നെ ജിമ്മും അതേപോലെ കുട്ടികളുടെ കളിസ്ഥലങ്ങളും, അതേപോലെ അതുവഴി പാസ് പോകുന്ന ആൾക്കാർക്ക് ഈ ബാത്റൂമിന്റെ ഫെസിലിറ്റി, പിന്നെ ചെറിയ കാറ്റേരിയ, ഇതിൽ നിന്നെല്ലാം കൂടി രൂപകൽപ്പന ചെയ്തിട്ട് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അവിടെ 70 സെന്റാണ് അവര് ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഈ പാലത്തിന്റെ അടി. ഇതും കൂടെ സൗന്ദര്യവൽക്കരണം ചെയ്യേണ്ട ഓഫീസുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ ഇവിടെ പിന്നെ അവിടെ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ആൾക്കാർ പാസ് ചെയ്ത് പോകുന്ന, ഇതിൽ കൂടെ ബീച്ചിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടിയാണ്. ഈ റോഡ് ഇത്ര നാളായിട്ട് ഇവര് നീട്ടി കൊണ്ടുപോയി. അതിനെതിരെയാണ് നമ്മൾ ശബ്ദിച്ചത്. ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രവണത എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ, ലാഭമോ നഷ്ടമോ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഈ ഏരിയ കംപ്ലീറ്റ് സൗന്ദര്യവൽക്കരണം നടത്തണം എന്നുകൂടിയാണ്.
ഇതുപോലെ ഇതെല്ലാം ഇവർക്ക് പിന്നെ സൗകര്യപ്രദമായിട്ട് വണ്ടി കയറ്റിയിടാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കണമെന്ന് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ അടിയിലും കൂടെ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉൾപ്പെടെ നടത്തണം. അത്രയും ഭാഗം കൂടെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എല്ലാ ആൾക്കാരും നൂറുകണക്കിന് ആൾക്കാർ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇവിടുത്തെ CEO രഞ്ജിത്താണ് നമ്മളെ ഈ വഴിക്ക് വേണ്ടിയിട്ട് കുറെ സഹായം ചെയ്തു. ക്ഷേമനിധി ഓഫീസിന്റെ കാര്യാലയമെല്ലാം ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അവരെല്ലാം ഒപ്പിട്ട് നമ്മൾ ഈ മെമ്മോറാണ്ടം ശക്തമായ രീതിയിൽ അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ റോഡ് കറക്റ്റായിട്ട് അവർ പൂർത്തിയാക്കാൻ. കുറച്ച് സ്ഥലവും കൂടെ ബാക്കിയുണ്ട്. റോഡ് ഈ കാർക്കോളിൻ്റെ അവിടുന്ന് നമ്മുടെ ആ റോഡ് 3-4 റോഡ് സന്ധിക്കുന്ന അവിടെ ആ പ്രദേശം കൂടി ഇതിനോടൊപ്പം എത്രയും പെട്ടെന്ന് ആസ് ഏർലി ആസ് പോസിബിൾ ആ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സൽകുമാറിന്റെ വീട് ഇതിനോട് ചേർന്ന ഈ വീടും ഇതിന് തൊട്ട് ബാക്കിലുമാണ്. അവര് ഒരു 2-2.5 വർഷക്കാലമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഈ വെള്ളക്കെട്ടിനകത്ത് കിടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതിന്റെ ഭാഗമായിട്ടാണ് എത്രയും പെട്ടെന്ന് ഈ പണി അവിടുന്ന് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ അവിടുന്ന് DCCയുടെ ഫ്രണ്ടിൽ അവിടെ ചെന്ന് അവസാനിക്കുന്ന ഈ റോഡ് റെഡിയാക്കണം എന്നുള്ള ഒരു എഫേർട്ടാണ്. അതിനകത്ത് നമ്മുടെ സൽകുമാർ സാറ് ഇവിടുത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. സാറും എല്ലാം ഇതിനകത്ത് വേണ്ട എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രോജക്റ്റ് ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട്. ഇനിയും കുറച്ച് പണിയും കൂടെ ഉണ്ട്. അത് ബാക്കി അതിന്റെ നിർദ്ദേശം ഇവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് സാറേ പറയാനുള്ളത്? ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, നമുക്കിപ്പം പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി. സഹകരിച്ച് എന്തായാലും ഇപ്പൊ പൂർത്തിയാകും തോന്നുന്നു. ഒരു മാസത്തിനകത്ത് പൂർത്തിയാവും. അവിടെ കംപ്ലീറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ആവശ്യം കൂടെ, ഈ പാലത്തിന്റെ അടിയില് ഇത്രയും സ്ഥലം വേസ്റ്റ് ആയിട്ട് കിടക്കുക, അവിടെയും കൂടെ ഒരു സൗന്ദര്യവൽക്കരണം അത് കോർപ്പറേഷനാണല്ലോ ചെയ്യുന്നത്, നമ്മളല്ലല്ലോ. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അന്ന് 2 കോടി രൂപ മുഹമ്മദ് റിയാസ് വന്ന് അപ്പുറത്തെ പാലത്തിന്റെ അടിയിൽ അവിടെ കുട്ടികളുടെ പാർക്ക്, പിന്നെ ജിംനേഷ്യം, അതേപോലെ അതുവഴി ട്രിവാൻഡ്രത്തേക്കും ട്രിവാൻഡ്രത്തേക്കും പോകുന്ന ആൾക്കാർക്ക് പിന്നെ ബാത്റൂം ഫെസിലിറ്റി എല്ലാം കൂടെ ആണ് ഇപ്പൊ അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ പണി അത് നടന്നുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അത് 70 സെന്റ് മാത്രമേ അവർ ഇത് ചെയ്തിട്ടുള്ളൂ. ഇവിടം വരെ അവർ നമ്മുടെ ഈ വണ്ടികളൊക്കെ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ അവിടെ വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അവിടെയും കൂടെ ഒരു പാർക്കിംഗ് സൗകര്യവും വൃത്തിയാക്കി ഇട്ടാൽ കൊള്ളാം. വൃത്തിയാക്കി ഇടണമെന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിന്റെ സാറിന്റെ അഭിപ്രായം കൂടെ പറ. അതെ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെല്ലാം നല്ലത് തന്നെ. നല്ലത് കേട്ടോ. താങ്ക് യു. നിങ്ങളുടെ ഈ നിസ്വാർത്ഥമായ എഫേർട്ടിന് നമ്മളുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു സർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രഹ്മയുഗം മാത്യൂസ്.